അല്ല മക്കളെ, ഇത് നമ്മളെ വിനായകനല്ലേ? ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. പിടിച്ചു മാറ്റവനെ. ഇപ്പം ശശിയെ ഈ എന്നാണ് ഈ പറയുന്നത്? അപ്പൊ വിനായക ഇന്ന് രാത്രി ലൈവ് വീഡിയോ ഒന്നും വേണ്ടേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. 24x7 ചാനലുകളൊക്കെ ഭയങ്കരമായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ശ്രീ അച്യുതാനന്ദൻ സഖാവിന്റെ വിലാപയാത്രയും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് പറഞ്ഞത് മറന്നിട്ടില്ല. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട ഇക്കാര്യമേ, എനിക്ക് നല്ല ഓർമ്മ. ഫ്ലാഷ് ബാക്ക്. നമസ്കാരം കേട്ടാ. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. എന്തിനോടോ 3 ദിവസമൊക്കെ കപൂറകൾ നിർത്തിയിട്ട് പോ, പത്രക്കാരോട് പറയണേ. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഉമ്മൻചാണ്ടി ചത്തുകാരും ഞങ്ങൾ എന്ത് ചെയ്യണം? എന്റെ അച്ഛനെ ചത്ത്, നിങ്ങളുടെ അച്ഛനും ചത്തുകാരും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഞ്ജനേയ സ്വാമി. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല, ഓർക്കണം. നിർത്തിയിട്ട് പോ പത്രക്കാര്. ഉമ്മൻചാണ്ടി ചത്തുപോയാലും ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാന്ന് നിങ്ങൾ വിചാരിച്ച ഞാൻ വിചാരിക്കില്ല. ഓ പൊതുവാൾജി, എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. കർണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളൊക്കെ ആരൊക്കെ എന്ന്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയ? ഇത് പറഞ്ഞ വിനായക ഇന്നും 24x7 ചാനലുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരക്കത്തുമ്പം തന്നെ വാഴ വെട്ടണം കേട്ടോ. ഇന്ന് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്ക് എന്തൊക്കെയാണ് അവർ ചെയ്തത്, അത് ഇന്നും VS-ന്റെ വിലാപയാത്രയും അന്ത്യകർമ്മങ്ങളൊക്കെ അവർ കാണിച്ചിട്ട് അവർ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? വിനായക ഇന്ന് രാത്രി ഒരു വീഡിയോ ഇടും. VS ചത്തു, എന്റെ തന്ത ചത്തു, ഉമ്മൻചാണ്ടി ചത്തു, VS ചത്തു, നിർത്തിപ്പോ മീഡിയക്കാരെ എന്നുള്ള ഒരു വീഡിയോ ഇടാൻ പറ്റുമോ വിനായകന്? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.